ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവദശകത്തിൻ്റെ അടുത്ത ഒരു പദ്യത്തിലേക്ക് നോക്കാം. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ലോകം, നമ്മൾ ഏറ്റവും നമുക്ക് എത്ര എന്താ പറയുക കഴിവും ഒക്കെ ഉള്ള ഒരാളാണെങ്കിലും ഈ ലോകം, അത് ഈ പ്രപഞ്ചം, അതിൻ്റെ ആ ഒരു സത്യവും അതിൻ്റെ ആ ഒരു അഗാധതയും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു പിടികിട്ടാത്തത് തന്നെയാണ്. ഇപ്പം എന്താണ് പ്രപഞ്ചം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കാണുന്ന എല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ മായയാണ് ശരിക്കും നമ്മളുടെ ചുറ്റുമുള്ളത് എന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ എന്താണ് മായ എന്ന് ചോദിച്ചാൽ അത് ഈ നമ്മളീ കാണുന്നതൊക്കെ മായയാണ്. അപ്പോൾ ആ മായയെക്കുറിച്ചും ആ മായ ഉണ്ടാക്കുന്ന ആ ഭഗവാൻ, അതാണ് മായാവി. ആ മായാവിയുടെ ആ ഒരു ഈ ഇന്ദ്രജാല പ്രകടനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ആ ഇന്ദ്രജാല പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഇന്ദ്രജാല പ്രകടനങ്ങളിലാണ് നമ്മളൊക്കെ സാധാരണ മനുഷ്യനൊക്കെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാഗുരുവിന് പ്രണമിക്കുന്നു. ദൈവമേ, അങ്ങ് തന്നെയല്ലേ മായ, അങ്ങ് തന്നെയല്ലേ മായാവി, അങ്ങ് തന്നെയല്ലേ മായാവിനോദൻ. ഈ മായയെ നീക്കി ഞങ്ങൾക്ക് സായുജ്യം നൽകാൻ മഹാഗുരുവായ അങ്ങ് സഹായിക്കണേ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് നീയല്ലോ മായയും. ഭഗവാനെ, പരമാത്മാവായ ഭഗവാനെ, അങ്ങല്ലേ മായ, അങ്ങ് തന്നെയല്ലേ മായാവിയായ ആ ഇന്ദ്രജാലക്കാരൻ എന്നാണ് പറയുന്നത്. മായയും മായാവിയും മായാവിനോദനും ഈശ്വരൻ തന്നെയാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് ഈ ഒരു ശ്ലോകം. അപ്പോൾ ഈ പ്രപഞ്ചം എങ്ങനെ വന്നു, അതെങ്ങനെ ഉണ്ടായി, ഇതൊക്കെ ഇന്നും പിടികിട്ടാത്ത ഒരു ചോദ്യങ്ങളാണ്. പ്രപഞ്ചം എങ്ങനെ വന്നു, അത് എവിടെ നിന്നാണ് ആവിർഭവിച്ചത്, ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറഞ്ഞ് ഉള്ള തിയറിയൊക്കെ ഫിസിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം എന്താ പറയുക, കുറേ നമ്മുടെ എന്താ പറയുക കണ്ടെത്തലുകളാണ്. ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. എന്നാൽ നമ്മുടെ ഋഷീസൊക്കെ ഒരുപാട് കാലം തപസ് ചെയ്ത് അവരുടെ ആ ഒരു അനുഭവത്തിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഭാഗവതത്തിലൊക്കെ പ്രപഞ്ച വർണ്ണന എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരുപാട് കാലത്തിൻ്റെ ഗണനയും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ ഗുരുദേവൻ പറയുന്നു, ഭൂതകാലത്തിലും വർത്തമാനത്തിലും ഭാവി കാലത്തിലും സ്ഥിരമായി നിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അതാണ് ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു ശക്തി. ഇനി പിന്നെ മായ എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വലിയ പെട്ടെന്നൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം എന്തുണ്ടായി എന്ന് വെച്ചാൽ, പ്രപഞ്ചം അപ്പം ഇല്ല, പിന്നെ എന്നാൽ ഉണ്ടായിട്ടുണ്ടാവാം, പിന്നെ ഇപ്പോൾ അത് ഉണ്ടായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഇത് ഒരു പ്രളയത്തിൽ നശിക്കും എന്നും പല പ്രളയങ്ങൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഉണ്ടായി എന്നും, ആത്യന്തിക പ്രളയം എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം നമ്മുടെ പുരാണങ്ങളിലൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഓരോ പ്രളയം കഴിഞ്ഞിട്ട് ഒരു പുതിയ ഇത് ഉണ്ടാവുന്നു, ഒരു യുഗം ഉണ്ടാവുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോഴും എന്താണ് മായ എന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മളിപ്പോൾ ഉള്ളതുപോലെ കാണുന്നു, എന്നാൽ ഇതെല്ലാം കുറച്ച് നേരം ഉണ്ടാവും, പിന്നെ ഇല്ലാതെയാവും. ഇതാണ് മായ. അപ്പോഴും മനസ്സിലായില്ലല്ലോ, ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കാണാൻ പോകുന്നത് മായയോട് ഉപമിക്കാം. കാരണം ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ആദ്യം പോയി ഇരിക്കുമ്പോൾ, ആ ചെയറിലൊക്കെ ഇരിക്കുമ്പോൾ അവിടെ സ്ക്രീൻ മാത്രമേ കാണുള്ളൂ. അപ്പോൾ പിന്നെ ദൃശ്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ആ ദൃശ്യങ്ങൾ വരുന്നതാണ് ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിൽ, ഈ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു, അതാണ് യഥാർത്ഥത്തിൽ വർത്തമാനം.
അപ്പോൾ ഭൂതകാലത്തിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നമ്മൾ അനുഭവിക്കുന്നു. അപ്പോൾ ഒരു സിനിമ കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു ദൃശ്യങ്ങൾ പോയി, പിന്നെ നമുക്ക് അത് മനസ്സിൽ മാത്രമേ ഉള്ളൂ, പിന്നെ അത് ഇല്ല, അനുഭവത്തിൽ ആ ദൃശ്യങ്ങളില്ല. അപ്പം പിന്നെ അവിടെ നോക്കുമ്പോൾ ആ സ്ക്രീൻ മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് ആ സ്ക്രീനിനെ ഭഗവാനോട് ഉപമിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളതുപോലെ തോന്നുകയും പക്ഷേ അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് അത്ര മായ. എന്ത് നല്ല എക്സ്പ്ലനേഷനാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. ഉള്ളതുപോലെ തോന്നും, എന്നാൽ അന്വേഷിച്ച് പോകുമ്പോൾ അത് ഇല്ലാതെ ആവുകയും ചെയ്യുന്നു എന്ന് പറയണം. നമുക്കിപ്പോൾ സിനിമയുടെ ദൃശ്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോയാൽ കാണാൻ പറ്റുമോ? അവിടെ സ്ക്രീനിലുണ്ടായിരുന്നു ഒരു സമയത്ത്, പിന്നെ നമ്മൾ അതെവിടെയെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മണിക്കൂർ നിന്നാലും ആ ഒരു തിയേറ്ററിൽ 1 മണിക്കൂർ നിന്നാലും നമുക്ക് ആ ദൃശ്യങ്ങൾ പിന്നെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് മായ എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഇവിടെ ഈശ്വരനെ ഒരു മായാവിയായിട്ട് പറയുന്നു. അതായത് ഇന്ദ്രജാലക്കാരനാണ്, മായാവിയാണ്. ഒരു ഇന്ദ്രജാലം കാണിക്കുമ്പോൾ അവിടെ പല അയാളുടെ ഒരു കൈ അടക്കം കൊണ്ട് കൺകെട്ട് വിദ്യ എന്നൊക്കെ പറയും. നമുക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ ഇന്ദ്രജാലക്കാരൻ ഒരു മെജീഷ്യൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ മാജിക്ക് കാണാൻ പോയിരിക്കുന്നത് അല്ലേ. എത്ര ബുദ്ധിമാനായ ഒരാളാണെങ്കിൽ ആ മാജിക്കിൽ കുറച്ച് നേരം അയാൾ എന്താ പറയുക അമ്പരന്ന് ഇരുന്ന് പോകും. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഈ ഇന്ദ്രജാല പ്രകടനം, ഭഗവാനാകുന്ന ആ ഒരു മായാവി അല്ലെങ്കിൽ ആ ഒരു മെജീഷ്യൻ്റെ ഇന്ദ്രജാല പ്രകടനത്തിൽ നമ്മളിങ്ങനെ ഭ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭ്രമത്തിൽ നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവരേണ്ടത് നമ്മളിലുള്ള ആ ഒരു ഭക്തി, അത് ഭഗവാനിൽ ഒരു സമർപ്പണ ഭാവം ഉണ്ടെങ്കിൽ ആ ഭഗവാൻ തന്നെ ആ ഒരു മായിക പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവരും. അപ്പോൾ മരുഭൂമിയിൽ ജലമുണ്ടെന്ന് തോന്നും ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ എന്താ പറയുക, നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ ജീവിക്കുന്നവർക്ക് അറിയാം. അതായത് ദൂരെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ദൂരെ വെള്ളമുണ്ടെന്ന് തോന്നും, പക്ഷെ അവിടെ എത്തുമ്പോൾ അതില്ല. അതിനാണ് കാനൽ ജലം എന്ന് പറയുക, മരുഭൂമിയിലെ ജലം. ആ ഉണ്ടെന്ന് തോന്നൽ, അതാണ് യഥാർത്ഥത്തിൽ ഭഗവാനും നമുക്ക് മായയും അങ്ങനെയാണ്. ഉണ്ടെന്ന് തോന്നും, പക്ഷേ അത് ശരിയായിട്ട് നമുക്ക് അറിയാനും കഴിയില്ല. ഇനി ആകാശവും ഇതുപോലെയാണ്. ആകാശം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ മുകളിലേക്ക് പോകുന്തോറും നമ്മുടെ ഈ നീലയായിട്ടുള്ള ഒരു ആകാശം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു അനുഭവം കുറഞ്ഞു വരും. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നീലയായിട്ടുള്ള ആകാശം കാണുന്നത്. അപ്പോൾ ആ നീല നിറം എന്തുകൊണ്ടെന്നുള്ളതിനൊക്കെ ഫിസിക്സിൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അപ്പം ഈ ഇന്ദ്രജാലം എന്ന് പറയുന്നത് ഒരു കാഴ്ചക്കാരൻ ആസ്വദിക്കും. ഏതൊരാളും ഒരു മജീഷ്യൻ കാണിക്കുന്ന ഇന്ദ്രജാല പ്രകടനം ഒരു കാഴ്ചക്കാരൻ ആസ്വദിക്കും. അതുപോലെ നമ്മളും ആ ഈശ്വരൻ എന്ന ഒരു ഇന്ദ്രജാലക്കാരൻ്റെ ആ ഒരു ഇന്ദ്രജാല പ്രകടനങ്ങൾ നമ്മളും ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുകയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഈ മായ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പലതും കണ്ട് ഭ്രമിച്ച് നമ്മൾ ഈ ദുഃഖങ്ങൾ കൂടുതലും ഒരാൾക്ക് കൂടുതലായിട്ടും വരുന്നത് ദുരിതങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര തന്നെ സമ്പന്നനാണെങ്കിൽ, എത്രയോ നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ എത്രയോ കോടികളുണ്ടായിട്ടും അവർക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ അപകീർത്തി, എന്തെല്ലാം നേരിടേണ്ടി വരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് മായയുടെ ഒരു സ്വരൂപം. അപ്പോൾ ഈ മായയുടെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്. അപ്പോൾ അജ്ഞാനമാണ് മായയുടെ സ്വരൂപം. ആ അജ്ഞാനവും ഈ കാണുന്ന പ്രപഞ്ചം സത്യമാണെന്ന് വിചാരിക്കുന്നതാണ് അജ്ഞാനം, അല്ലെങ്കിൽ അവിദ്യ, അല്ലെങ്കിൽ മായ. ഈ അവിദ്യ, മായ, അജ്ഞാനം ഇത് മൂന്നും ഒരേ സംഭവങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ നമ്മുടെ ചുറ്റും പലതും കാണുന്നു, നമ്മുടെ പ്രപഞ്ചം കാണുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കാം ഇതൊക്കെയാണ് സത്യം. അപ്പോൾ വേറൊരാൾ ഒരു സയൻസ് ഞാനും ഒരു സയൻസ് എന്താ പറയുക MSc ഒക്കെ കഴിഞ്ഞ ആളാണ്. അപ്പോൾ നമ്മൾ ഈ സയൻസ് പഠിക്കുന്ന ഒരാൾക്ക് കാണുന്നതാണ് സത്യം. പക്ഷേ നമ്മൾ അതിൽ നിന്ന് മാറി ഒരു സ്പിരിച്വലായിട്ട് നമ്മുടെ ഒരു അറിവ് എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്ത് ഈ കാണുന്നത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വലിയ അനന്തബോധശക്തി, ആ അനന്തബോധശക്തിയുടെ ആ ഒരു എന്താ പറയുക ഒരു നിയമങ്ങളാണ് ഈ ഒരു പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതെന്നും ഈശ്വരൻ
കാലസ്വരൂപനാണ് എന്നും കാലമാണ് ഭഗവാൻ എന്നൊക്കെ ഉള്ളൊരു അറിവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഈശ്വരൻ ഉണ്ടോ എന്ന് നമുക്കൊരു സംശയം, ഈശ്വരൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു സംശയം തന്നെ. അപ്പോൾ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതാണ് ഒരു വിപരീതമായിട്ടുള്ള ഭാവം. അപ്പോൾ അജ്ഞാനവും സംശയവും വിപരീത ഭാവവും. അപ്പം നമ്മുടെ അവിദ്യയാണ് അജ്ഞാനം, പിന്നെ ഈശ്വരൻ ഉണ്ടോ എന്നുള്ള ആ ഒരു ഭാവമാണ് നമ്മുടെ ഒരു മനസ്സിൽ, നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ കൂടുതലും ആ ഒരു മനസ്സിൽ ആ ഒരു തോന്നലുണ്ടാവും, ഈശ്വരനുണ്ടോ. അപ്പോൾ അതാണ് അത് സംശയം എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരൻ ഇല്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് വിപരീത ഭാവം. അപ്പോൾ ഈ മായയുടെ സ്വരൂപം എന്ന് പറഞ്ഞാൽ, മായ എന്താണെന്ന് ചോദിച്ചാൽ ഈ അജ്ഞാനവും ഈശ്വരനെക്കുറിച്ചുള്ള അറിവില്ലായ്മയും, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈശ്വരൻ ഉണ്ടോ എന്ന് ഉള്ളിലൊരു സംശയം വരുന്നതും, അത് ഇല്ല എന്ന വാദമുഖങ്ങൾ ഉയർത്തുന്നതും, അതാണ് വിപരീതം, സംശയം, അജ്ഞാനം. ഈ മൂന്നും കൂടെ ചേർന്നതാണ് ശരിക്കും മായ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മായയെ എങ്ങനെ ഇല്ലാതെയാക്കാമെന്ന് ചോദിച്ചാൽ നിരന്തരം ശാസ്ത്രങ്ങൾ പഠിക്കുക, ഗുരുവിൻ്റെ ഉപദേശം. അപ്പോൾ ഒരു നല്ല ഗുരുവുള്ള ഒരാൾക്ക് ഇതിൻ്റെ ഒന്നും ഒരു സംശയവും ഉണ്ടാവില്ല. കാരണം ആ ഗുരുവിലൂടെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പിന്നെ ഉത്തരം അവർക്ക് ലഭിക്കുകയും, അപ്പോൾ നിരന്തരമായ ശാസ്ത്ര പഠനം കൊണ്ടും ഗുരുവിൻ്റെ ഉപദേശം കൊണ്ടും ഈ സത്യം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ സത്യം മനസ്സിലാക്കുമ്പോൾ വേദങ്ങൾ പറയുന്നത് ആചാര്യവാൻ പുരുഷോ വേദ എന്നാണ്. ആചാര്യവാൻ പുരുഷോ വേദ എന്ന് പറഞ്ഞാൽ ആചാര്യനോട് കൂടിയിരിക്കുന്നവൻ, ഒരു ഗുരുവിനോട് കൂടിയിരിക്കുന്നവൻ, ഒരു ഗുരുവിൻ്റെ സമീപത്തിരിക്കുന്നവൻ, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന ഒരാൾ, ആചാര്യവാൻ പുരുഷോ വേദ, പുരുഷനെ അറിയുന്നു. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയുന്നു. എപ്പോഴും നമ്മുടെ ശാസ്ത്രങ്ങളിൽ പുരുഷ എന്ന് പറയുന്ന ശബ്ദം ഈശ്വരനെ കുറിച്ചാണ്. അതാണ് നമ്മുടെ പുരുഷ സൂക്തം എന്നൊക്കെ പറയുന്നത്. ഈശ്വരൻ എന്നാണ് അതിൻ്റെ അർത്ഥം, പുരുഷ സൂക്തം. അപ്പം ആചാര്യവാൻ പുരുഷോ വേദ എന്ന് പറഞ്ഞാൽ ആചാര്യനോട് കൂടിയിരിക്കുന്നവൻ പിന്നെ പുരുഷനെ അറിയുന്നു, ഈശ്വരനെ അറിയുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ലീലയെക്കുറിച്ച് അറിയുന്നു, പ്രപഞ്ച രഹസ്യം കണ്ടെത്തുന്നു. പ്രപഞ്ച രഹസ്യം കണ്ടെത്താൻ നമുക്ക് ആരുടെ സഹായം വേണം? ഒരു ഗുരുവിൻ്റെ സഹായം വേണം. ആ ഗുരു എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് ഗുരുവായിട്ട് നമ്മളിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു ഈശ്വര കാരുണ്യമുള്ള ആൾക്ക് മാത്രമേ ഒരു നല്ല ഗുരുവിനെ ലഭിക്കുള്ളൂ. ആ ഒരു നല്ല ഗുരുവിലൂടെ പല പ്രപഞ്ച സത്യങ്ങളും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ പിന്നെ പ്രപഞ്ച രഹസ്യങ്ങളെ അറിയാൻ ഈശ്വരൻ തന്നെ ഗുരുവായിട്ട് മുമ്പിൽ അവതരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരനും ഗുരുവും ഒന്ന് തന്നെ എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഭാരത സംസ്കാരത്തിൽ ഗുരുവിന് വളരെ വലിയ ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് പറയുന്നു. കാരണം ഗുരു തന്നെയാണ് ഈശ്വരൻ എന്നാണ്. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും നമ്മുടെ ഒരു സങ്കല്പത്തിൽ ത്രിമൂർത്തികളാണല്ലോ. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അതിൻ്റെ ഒരു മൂർത്തികളായിട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുണ്ടാകുമ്പോൾ അവർ തന്നെയാണ് ഗുരു എന്ന് പറയുമ്പോൾ, എല്ലാം ഗുരുവാണ് എന്ന് പറയുമ്പോൾ ആ ഗുരുവിനെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അപ്പോൾ നാരായണ ഗുരുദേവന് പ്രണാമം. മായയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നാരായണ ഗുരുദേവൻ്റെ വേറെയും കൃതികളുണ്ട്. ആ ഒരു ദർശനമാല എന്നൊക്കെ പറയുന്നത്, അതിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് വായിച്ച് നോക്കാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഈ ഇത്രയും ഭാഗം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഓം തത്സത്.